ഒരു 2 മോഡലും കൂടി ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിപ്പിക്കാം. ആ ടോപ്പിക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ കലണ്ടറിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഒരു വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു സാധാരണ വർഷമാണോ അല്ലെങ്കിൽ അതൊരു അതിവർഷമാണോ എന്ന് കണ്ടെത്തുന്ന രീതിയിലുള്ള മോഡലായിരുന്നു ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ചർച്ച ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് പരിശോധിച്ചാൽ മതി. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും, 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന വർഷമാണെങ്കിൽ അതൊരു അതിവർഷമായിരിക്കും. ഇനി ആ ഒരു വർഷത്തെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതെന്തായിരിക്കും, സാധാരണ വർഷമായിരിക്കും. അതായിരുന്നു ഫസ്റ്റ് പറഞ്ഞ മോഡല്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു, അതിവർഷം അല്ലാത്തത് ഏത്, അതിവർഷം ഏത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ആകെ ദിവസങ്ങളുടെ എണ്ണം കണ്ടെത്തുന്നതും ചെയ്തു. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന മോഡല് ഒരു മാസത്തിലെ 29, 30, 31 തീയതികളിൽ വരുന്ന ആ ഒരു ഡേറ്റുകളിൽ വരുന്ന ദിവസങ്ങൾ എന്തായിരിക്കും, 5 തവണ വരുന്നതായിരിക്കും, 5ാം തവണ വരുന്നതായിരിക്കും. അത് വെച്ചിട്ട് 5 തവണ വരാൻ സാധ്യതയുള്ളവരെയും സാധ്യത ഇല്ലാത്തവരെയും എന്ത് ചെയ്തു, കണ്ടെത്തി. ഓക്കെ, ഇനി മൂന്നാമത്തെ മോഡലിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ മോഡലാണ് നമുക്ക് കേട്ടച്ച് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചില സമയത്ത് കലണ്ടറിൽ നിന്ന് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. 2 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെ 2 മാർക്കിനൊക്കെ ചോദിക്കുമ്പോഴൊക്കെ വരുന്ന ഒരു ചോദ്യമാണ് ഏത്, നമുക്ക് ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു മാസത്തിലെ ഡേറ്റ് അത് ഏതാ ദിവസം തരും. ഇപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് എന്ത്, മാർച്ച് 10 ബുധൻ എന്ന് തന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഡേറ്റിലുള്ള ഒരു ദിവസം തരും. അങ്ങനെ ആ ദിവസം തന്നിട്ട് മറ്റൊരു മാസത്തിൽ ഇവിടെ എന്താ ചോദിച്ചത്, ഈ ചോദ്യം വേണ്ടിട്ട് നമുക്ക് അടുത്ത ചോദ്യം ചെയ്തിട്ട് ഈ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ചോദ്യം ഒന്ന് മാറ്റി പിടിക്കാണ്. ഓഗസ്റ്റ് 5 തിങ്കളാഴ്ചയാണെങ്കിൽ ആ വർഷത്തിലെ സെപ്റ്റംബർ 20 ഏത് ദിവസമായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ. ഓഗസ്റ്റ് 5 തിങ്കളാഴ്ചയാണെങ്കിൽ ആ വർഷം സെപ്റ്റംബർ 20 ഏത് ദിവസമായിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ഡേറ്റിലെ ദിവസം കൃത്യമായിട്ട് തരും, ഇന്ന ദിവസമാണ് എന്ന് തരും. എന്നിട്ട് ആ ഒരു വർഷത്തിൽ തന്നെ മറ്റൊരു മാസത്തിലെ ഒരു ദിവസം എന്ത് ചെയ്യും, നമ്മളോട് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, തന്ന ദിവസം മുതൽ, ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ തന്നത് ഏതാ, ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച എന്നാണ് തന്നിട്ടുള്ളത്. ആ ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച മുതല് ചോദിച്ച ഡേറ്റ് വരെ സെപ്റ്റംബർ 20 വരെ എത്ര ദിവസമുണ്ട് എന്ന് കണ്ടെത്തണം. ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് അതാണ്. ഓഗസ്റ്റ് 5 മുതല് സെപ്റ്റംബർ 20 വരെ എത്ര ദിവസമുണ്ട് എന്ന് കണ്ടെത്തുന്നു. അത് കണ്ടെത്താനൊന്നുമില്ല. ഓഗസ്റ്റ് നമ്മൾ തന്ന മാസം ഏതാണ്, ഓഗസ്റ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓഗസ്റ്റില് ടോട്ടൽ എത്ര ദിവസമുണ്ട് എന്ന് നോക്കാം. ഓഗസ്റ്റിൽ എത്ര ദിവസമുണ്ട് അത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, കയ്യിൽ വെച്ചിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ കണ്ടെത്താൻ അറിഞ്ഞിരിക്കണം. ഓഗസ്റ്റിലെ 31 ദിവസങ്ങളുള്ള മാസമാണ് ഏത്, ഓഗസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് 5ാം തീയതി മുതലുള്ള ദിവസങ്ങൾ മതി. അപ്പൊ അവിടെ തന്ന മാസത്തിലെ ആ ആകെ എത്ര ദിവസമുണ്ട് അതിൽ നിന്നും തന്ന ഡേറ്റ് കുറക്കാം, ബാക്കിയുള്ള എടുത്താൽ മതി. ഓഗസ്റ്റിൽ നിന്നും എന്ത് ചെയ്യാം, ടോട്ടൽ 31 ദിവസമുണ്ട്, അതിൽ നിന്നും 5 കുറക്കാം, ബാക്കി എത്ര ഉണ്ടാവും, 26 ദിവസം. അപ്പൊ ഓഗസ്റ്റിൽ നിന്നും 26 എടുക്കാം. ഇനി അടുത്ത മാസം നോക്കാം. ഓഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബർ ആണ് നമ്മൾ ചോദിച്ചത്. ഇനി സെപ്റ്റംബർ അല്ലാതെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് വരെ പോവാം. സെപ്റ്റംബറിൽ ഏത് ദിവസമാണ് ചോദിച്ചത്, ചോദിച്ച ദിവസം ഏത് മാസത്തിലെ ഡേറ്റ് അത്രയും ദിവസം എടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചത് സെപ്റ്റംബർ 20 ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സെപ്റ്റംബറിൽ എത്ര ദിവസം എടുക്കാം, 20 ദിവസം എടുക്കാം. ഇത് ഫസ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒന്ന് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഓഗസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു, ഓഗസ്റ്റ് 5 നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഓഗസ്റ്റിൽ എന്ത് ചെയ്തു, ഓഗസ്റ്റിൽ ആകെ 31 ദിവസമുണ്ട്, അതിൽ നിന്നും 5 കുറച്ചിട്ട് ബാക്കിയുള്ള ദിവസം എടുത്തു, 26. ഇനി സെപ്റ്റംബർ 20 ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് സെപ്റ്റംബറിൽ എത്ര ദിവസം എടുത്തു, 20. ചോദിച്ച മാസത്തിൽ ചോദിച്ച ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് എടുക്കുക, അത്രയും ദിവസം എന്നുള്ള രീതിയിൽ ആ ഡേറ്റ് എടുക്കാം. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി കൂട്ടാം. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 46 എന്ന് കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്തു, നമുക്ക് 46 എന്ന് കിട്ടി. ഇനി ചെയ്യേണ്ടത് ഈ കൂട്ടിയിട്ട് കിട്ടിയിട്ടുള്ള ടോട്ടൽ ഡേയ്സിനെ, ആകെ ദിവസത്തെ എന്ത് ചെയ്യാം, നമുക്ക്
ഏഴ് കൊണ്ടരിക്ക. ഇതിന് ഓടിടെ കണ്ടെത്താന്നൊക്കെ പറയുമ്പോ അത് അങ്ങനെ ഒന്നും പഠിച്ചു വെക്കണ്ട. ഏഴ് കൊണ്ടരിക്ക അത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മളെല്ലാം കൂടി കൂട്ടിയിട്ട് ആ കൂട്ടിയ കിട്ടിയ ഉത്തരത്തെ എന്ത് ചെയ്യാ, ഏഴ് കൊണ്ടരിക്ക. 46 അരിക്കണം 7. 6 7 42. 46-ൽ നിന്ന് 42 കുറച്ചാൽ എത്ര? 4. നമുക്ക് ആ ശിഷ്ടമാണ് വേണ്ടത്. ശിഷ്ടം വരെ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇവിടെ ശിഷ്ടം കിട്ടി. എത്ര കിട്ടി? 4 എന്നുള്ള ശിഷ്ടം കിട്ടി. നമുക്ക് ആ ശിഷ്ടം കിട്ടിയതിന് ശേഷം ഇനി പറയുന്നത് ശ്രദ്ധിക്കാം. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? ചോദ്യത്തിൽ തന്ന ദിവസം ഉണ്ടല്ലോ, ആഗസ്റ്റ് 5 തിങ്കളാഴ്ച. ആ തിങ്കൾ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞാൽ, ഈ 4 എവിടുന്ന വന്നത്? ശിഷ്ടം. എത്രയാണോ ശിഷ്ടം അത്രയും ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമാണ്. ഇപ്പൊ തിങ്കളാണ് ചോദ്യത്തിൽ. ആഗസ്റ്റ് 5 തിങ്കൾ എന്നാണ് തന്നിട്ടുള്ളത്. ഇപ്പൊ തിങ്കൾ കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉത്തരമാണ്. ഇപ്പൊ എങ്ങനെ കണ്ടെത്തും? ഒരു ദിവസം കഴിഞ്ഞാൽ ചൊവ്വ. ഓക്കെ, തിങ്കൾ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാൽ തിങ്കൾ കൂട്ടരുത് ട്ടാ, തന്ന ദിവസം കൂട്ടരുത്, അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങള്. തിങ്കൾ കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോൾ ചൊവ്വ, 2 ദിവസം കഴിയുമ്പോൾ ബുധൻ, 3 ദിവസം കഴിയുമ്പോൾ വ്യാഴം, 4 ദിവസം കഴിയുമ്പോൾ വെള്ളി. അപ്പൊ 4-മത്തെ ദിവസമാണ് എന്ത്? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. 4-മത്തെ ദിവസം ഏതാണ്? വെള്ളിയാണ് ഉത്തരം വരിക. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ ചെയ്തത് എന്താ ഒന്നുകൂടി മനസ്സിലാക്കാം. ആഗസ്റ്റ് 5 തിങ്കളാഴ്ച എങ്ങാണെങ്കിൽ സെപ്റ്റംബർ 20 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചത്. ഇപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ആഗസ്റ്റ് 5 മുതൽ സെപ്റ്റംബർ 20 വരെ എത്ര ദിവസം ഉണ്ട് എന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ആഗസ്റ്റിൽ എത്ര ദിവസം എടുത്താൽ മതി? ടോട്ടൽ 31 ദിവസം ഉണ്ട്. അതിൽ നിന്നും ആ തന്ന ഡേറ്റ് കുറക്കുക. തന്ന മാസത്തിൽ ആ തന്ന ഡേറ്റ് കുറക്കുക, ബാക്കിയുള്ള എടുത്താൽ മതി. 26. ഞാൻ ആഗസ്റ്റ് കഴിഞ്ഞ് പിന്നെ അതിന് അടുത്ത മാസം ആവില്ല. എത്ര മാസമാണോ അതൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാം? ഒരു മിനിറ്റ്. ഹലോ, ഓക്കെ, തുടരാം കേട്ടോ. ഓക്കെ, അപ്പൊ ആഗസ്റ്റ് 5 മുതല് സെപ്റ്റംബർ 20 വരെ എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെ 46 ദിവസം എന്ന് കിട്ടി. ഈ 46-ന് എന്ത് ചെയ്തു? 7 കൊണ്ട് ഹരിച്ചു. 46-ന് 7 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? ശിഷ്ടമാണ് അവിടെ നോക്കേണ്ടത് ട്ടാ. ശിഷ്ടം 4 കിട്ടി. അപ്പൊ 4 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമുണ്ട്. ആ രീതിയിൽ എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഞാൻ മറ്റൊരു ചോദ്യം തരാം, അത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ അതെന്ത് ചെയ്യാം? ഒന്നുകൂടി വിശദീകരിക്കാം. അപ്പൊ ഒന്നുകൂടി എന്ത് ചെയ്യും? ക്ലിയർ ആവും. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം തരാം. ഓക്കെ, ഒരു വർഷത്തിലെ ജൂൺ 10 തിങ്കളായാൽ ആ വർഷത്തിലെ ആഗസ്റ്റ് 5 ഏത് ദിവസമായിരിക്കും? ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഫസ്റ്റ് ഒന്നുകൂടി ആവർത്തിക്കാം. ജൂൺ 10 തിങ്കളാഴ്ച ആയാൽ ആഗസ്റ്റ് 5 ഏത് ദിവസമായിരിക്കും? ഇതൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് ഞാൻ ഇതൊന്നുകൂടി വിശദീകരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഈ മോഡലിൽ വരുന്നത് ചെയ്യാൻ മനസ്സിലാവും ട്ടാ.
പെട്ടെന്ന് ചെയ്ത് നോക്കിട്ടോ. ഉത്തരം കിട്ടണില്ലേ? ഉത്തരം കിട്ടിയോ? ഓക്കെ, ഏതായാലും ഒന്ന് ശ്രദ്ധിച്ചോളൂ ട്ടോ, ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞോ അതോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എന്താണ് നിങ്ങളുടെ ഇത്? മൺഡേ ഒരുപാട് മൺഡേ ഉത്തരം വരുന്നുണ്ട്. നമ്മൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ ചെയ്ത് കഴിഞ്ഞു, ചെയ്തുകൊണ്ടിരിക്കുകയാണോ? കിട്ടുന്നില്ല സാർ. കിട്ടുന്നില്ല. ഓക്കെ, വെരി നൈസ്. ഓക്കെ, ഏതായാലും ശ്രദ്ധിച്ചോളൂ ട്ടോ, കിട്ടുന്നത് എങ്ങനെ ചെയ്യാ എന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ നമുക്ക് തന്ന എന്താണ്, ജൂൺ 10 തന്നു. ജൂൺ 10 തന്നിട്ട് ആഗസ്റ്റ് 5 നമ്മളോട് ചോദിച്ചത്. ഓക്കെ, ആഗസ്റ്റ് 5 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. പല രീതിയിൽ ചെയ്യാറുണ്ട്. ജൂൺ 10 കൂട്ടി അടുത്ത 17-ാം തീയതി തിങ്കൾ, പിന്നെ 24-ാം തീയതി തിങ്കൾ, ഇങ്ങനെ കൂട്ടി കൂട്ടി പോവാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസം ചോദിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജൂൺ 10 മുതൽ, അതായത് നമ്മൾ തന്നത് ഏത് ദിവസമാണ്? ജൂൺ 10 തിങ്കൾ എന്നുള്ളതാണ് തന്നത്. ആ ജൂൺ 10 തിങ്കൾ മുതൽ എന്ത് ചെയ്യണം? എവിടെ വരെ? ആഗസ്റ്റ് 5 വരെ എത്ര ദിവസമുണ്ട് എന്ന് കണ്ടെത്തണം. ക്ലിയർ ആണല്ലോ? അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. അപ്പൊ അത് ജൂൺ കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റിലേക്ക് എത്തണം. അല്ല, ജൂൺ 10 കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞിട്ടാണ് എവിടെ എത്തുന്നത്? ആഗസ്റ്റ് 5 എത്തുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ജൂൺ മാസം എടുക്കുന്നു. ജൂൺ മാസത്തിൽ എത്ര ദിവസം എടുക്കണം? അത് എടുക്കേണ്ടത്, അതായത് തന്ന മാസത്തിൽ എത്ര ദിവസം എടുക്കണം എന്നുള്ളത്. ആ തന്ന മാസത്തിൽ ആകെ എത്ര ദിവസം ഉണ്ട് എന്ന് നോക്കാം. ഇപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച് വെച്ച് നോക്കിയിട്ട് ജൂണിലെ ടോട്ടൽ എത്ര ദിവസമാണുള്ളത്? 30 ദിവസങ്ങളുള്ള ഒരു മാസമാണ് ജൂണ്. ഓക്കെ, അപ്പൊ ആ 30 ദിവസങ്ങളിൽ നിന്നും തന്ന ഡേറ്റ് കുറയ്ക്കാം. നമ്മൾ 10 മുതലുള്ളത് മതി. ജൂൺ 10 മുതൽ ആഗസ്റ്റ് 5 വരെ എത്ര ദിവസമുണ്ട് എന്ന് മതി. അപ്പൊ 10 വരെയുള്ള വേണ്ട. അതുകൊണ്ട് ജൂൺ 30 നിന്നും എന്ത് ചെയ്യാ? 10 കുറച്ചിട്ട് ബാക്കിയുള്ള ദിവസം എടുക്കുക. ജൂണിൽ എത്ര ദിവസം എടുക്കേണ്ടത്? ജൂണില് 20 ദിവസം എടുക്കണം. ഓക്കെ, അപ്പൊ ജൂണിൽ 20 ദിവസം എടുത്തു. ക്ലിയർ ആണല്ലോ? ഇനി ആ ജൂൺ കഴിഞ്ഞ് ഞാൻ അടുത്ത മാസം ഏതാ? ജൂലൈ ആണ് അടുത്ത മാസം. ജൂലൈയിൽ എത്ര ദിവസം എടുക്കണം? ജൂലൈയിൽ ആകെ 31 ദിവസം ഉണ്ട്. ആ 31 ദിവസവും കഴിഞ്ഞിട്ട് എവിടെ എത്തുള്ളൂ? ആഗസ്റ്റിലേക്ക് എത്തുള്ളൂ. അല്ലെ? ജൂലൈയിലെ 31 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ട് ആഗസ്റ്റിലേക്ക് എത്തുള്ളൂ. ഇതുകൊണ്ട് തന്നെ ജൂലൈയിൽ എത്ര ദിവസം എടുക്കണം? 31 ദിവസം. ഓക്കെ, ഇനി അടുത്ത മാസം ഏതാണ്? ജൂണും കഴിഞ്ഞ് ജൂലൈ അടുത്ത മാസമാണ് ഏത്? ആഗസ്റ്റ്. ഇനി ആഗസ്റ്റ് 5 ചോദിച്ചത്. അങ്ങനെ ആ ചോദിച്ച മാസത്തിൽ നിന്നും ഏത് മാസമാണോ ചോദിച്ചത് ആ മാസത്തില് ചോദിച്ച ഡേറ്റ് വരെയുള്ള എടുത്താൽ മതി. പറഞ്ഞ മനസ്സിലായി? ആഗസ്റ്റില് ടോട്ടൽ 30. അപ്പൊ -4 സാർ വരിക? അല്ല, ചോദിച്ച ഡേറ്റ് എടുക്കുക. ആഗസ്റ്റ് 5 എന്ന് എടുക്കുക. ഓക്കെ, ചോദിച്ച ആ ഡേറ്റ് ഓടെ നിങ്ങൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഏതാണോ ഡേറ്റ് ചോദിച്ചിട്ടുള്ളത് ആ ഡേറ്റ് എടുക്കുക. ആഗസ്റ്റിൽ ഏത് ഡേറ്റ് എടുക്കണം? 5. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ആഗസ്റ്റില് 5 വരാൻ കാരണം 5 ചോദിച്ചത്, അതുകൊണ്ട് 5 എടുത്തു. ഇപ്പൊ ചോദിച്ച മാസത്തിൽ ആ ചോദിച്ച ഡേറ്റ് വരെ അതായത് ആ ഡേറ്റ് കൂടി
കൂട്ടിയിട്ട് ആ ഡേറ്റും കൂടി എന്ത് ചെയ്യണം, അതിന്റെ ഒപ്പം ഉണ്ടാവണം. ക്ലിയർ? ഇനി ഇതെല്ലാം കൂടി എന്ത് ചെയ്യാ, കൂട്ടുക. ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം ഉണ്ട് നോക്ക്. എത്ര ഉണ്ട്? 56 ദിവസം ഉണ്ട്. അതായത് ജൂൺ 10 മുതൽ ആഗസ്റ്റ് 5 വരെ എത്ര ദിവസം ഉണ്ട്? 56 ദിവസം ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ടോട്ടൽ ദിവസങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ 56 ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. ടോട്ടൽ 56 ദിവസങ്ങൾ ഉണ്ട്. ഈ 56ന് ടോട്ടൽ ദിവസങ്ങൾ എന്ത് ചെയ്യാ? കൊണ്ട് എപ്പോഴും കൊണ്ട് എന്ത് ചെയ്യണം? ഹരിക്കണം. 56 ഹരിക്കണം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? അവിടെ കിട്ടുന്ന ശിഷ്ടം, അതിനാണ് എന്തുള്ളത്? പ്രസക്തി ഉള്ളത്. ഓക്കെ, ഉത്തരത്തിനല്ലട്ട പ്രസക്തി. അതായത് 56ന് എന്ത് ചെയ്യാ? കൊണ്ട് ഹരിക്കുക. 56ന് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 8 56. ശിഷ്ടം എത്രയാണ്? 56ൽ നിന്നും 56 കുറച്ചാൽ 0. ശിഷ്ടം എത്രയാണ്? അവിടെ എത്രയാണോ ശിഷ്ടം കിട്ടുന്നത് അത്രയും ദിവസം കഴിഞ്ഞാലാണ് നമ്മുടെ ഉത്തരം. അതായത് ചോദ്യത്തിൽ തന്ന ജൂൺ 10 തിങ്കൾ എന്ന് തന്നില്ലേ, അങ്ങനെ ആ ചോദ്യത്തിൽ തന്ന ദിവസത്തിൽ നിന്നും നമുക്ക് എത്ര ആണോ ശിഷ്ടം കിട്ടുന്നത് അത്രയും ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമുണ്ട്. അപ്പൊ ഇവിടെ എത്ര ശിഷ്ടം കിട്ടിയത്? 0 ദിവസം കിട്ടിയത്. അപ്പൊ തിങ്കൾ കഴിഞ്ഞ് 0 ദിവസം എന്ന് പറയുമ്പോ 0, തിങ്കൾ കഴിഞ്ഞ് 0 എന്ന് പറയുമ്പോ തിങ്കൾ തന്നെ. ഏതായിരിക്കും? 0 ശിഷ്ടം കിട്ടിയാൽ എന്തായിരിക്കും? അത് തന്നെ ആയിരിക്കും ഉത്തരം. ചോദ്യത്തിൽ തന്ന ദിവസം തന്നെ ആയിരിക്കും ഉത്തരം. ഇവിടെ ജൂൺ 10 തിങ്കൾ എന്ന് തന്നില്ല, ഇപ്പൊ 0 കിട്ടിയത് കൊണ്ട് നമുക്ക് അവിടെ എന്തെന്നെ ആയിരിക്കും? ഉത്തരം തിങ്കളാഴ്ച തന്നെ ആയിരിക്കും. ഇനി ഇവിടെ ശിഷ്ടം 1 കിട്ടിയതെങ്കിലോ? ശിഷ്ടം 1 കിട്ടിയതെങ്കിൽ അവിടെ നമുക്ക് ഉത്തരം എത്ര ആയിരിക്കും? ഉത്തരം എന്ന് പറയുന്നത് ചൊവ്വ. തിങ്കൾ കഴിഞ്ഞ ഒരു ദിവസം എന്ന് പറയുമ്പോ ചൊവ്വ, അല്ലാന്നുണ്ടെങ്കിൽ ബുധൻ. ഈ രീതിയിൽ പോകും. ഓക്കെ അല്ലേ? ശിഷ്ടമാണ് ഇവിടെ നോക്കേണ്ടത്. ശിഷ്ടം കഴിഞ്ഞാൽ ഉത്തരം. ആ തന്ന ദിവസം കൂട്ടരുത്. 1 വരുമ്പോ തിങ്കൾ കഴിഞ്ഞ് ഒരു ദിവസം, അതായത് ചൊവ്വ. ഈ രീതിയിൽ കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ഉത്തരം അവിടെ കിട്ടും. ക്ലിയർ ആണോ? പറഞ്ഞത് വ്യക്തമാണോ? അപ്പൊ ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്തൂടെ? ഓക്കെ, ചെയ്യാം സാർ. എന്നാൽ ഒരു ചോദ്യം കൂടി തരാം. ഒക്ടോബർ 15 ശനിയായാൽ, ഒക്ടോബർ 15 ശനിയായാൽ ഡിസംബർ 8 ഏത് ദിവസമായിരിക്കും? ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഒക്ടോബർ 15 ശനിയായാൽ ഡിസംബർ 8 ഏത് ദിവസമായിരിക്കും? ഒക്ടോബർ 15 ശനിയായാൽ ഡിസംബർ 8 ഏത് ദിവസമായിരിക്കും? Thursday.
എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? ഓക്കെ, ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒക്ടോബർ 15 ശനി ആയാൽ ഡിസംബർ 8 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒക്ടോബർ 15 മുതൽ ഡിസംബർ 8 വരെ എത്ര ദിവസമുണ്ട്, അതിനിടയിൽ ടോട്ടലി എത്ര ദിവസമുണ്ട് എന്ന് കണ്ടെത്തണം. ഇപ്പൊ ചിലപ്പോ 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളായിരിക്കും, ഏതെങ്കിലും മാസത്തിലെ ഡേറ്റ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ 2 മാസത്തെ ദിവസങ്ങളൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? പോവണം. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒക്ടോബർ 15 മുതൽ ഡിസംബർ 8 വരെ എത്ര ദിവസമുണ്ട് എന്ന് കണ്ടെത്തലാണ്. ഇപ്പൊ ഒക്ടോബറിൽ ആകെ എത്ര ദിവസമുണ്ട്? ഒക്ടോബറിൽ ടോട്ടൽ 31 ദിവസമുള്ള മാസമാണ് ഒക്ടോബർ. ഇപ്പൊ ആദ്യത്തെ മാസത്തിൽ, അതായത് തന്ന ഡേറ്റില് മാസത്തിൽ എന്ത് ചെയ്യണം? ടോട്ടൽ എത്ര ദിവസമുണ്ട് അതിൽ നിന്നും തന്ന ഡേറ്റ് കുറച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി. അപ്പൊ ഒക്ടോബറിൽ 15 ദിവസം, 15 മുതൽ മതി. ഇപ്പൊ ഒക്ടോബറിൽ ടോട്ടൽ 31 ദിവസമുണ്ട്, അത് 15 കുറയ്ക്കുക, ബാക്കി എത്ര ഉണ്ടാവും? 16. ഒക്ടോബറിൽ 16 ദിവസം. ഇനി ഒക്ടോബർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം ഏതാണ്? നവംബർ കഴിഞ്ഞിട്ടാണ് എവിടെ എത്തുന്നത്? ഡിസംബർ 8 എത്തുന്നത്. അപ്പൊ അടുത്ത മാസം നവംബർ ആണ്. ഓക്കെ, നവംബറില് ടോട്ടൽ 30 ദിവസം ഉണ്ട്. ആ 30 ദിവസവും കഴിഞ്ഞിട്ട് എവിടേക്ക് എത്തുള്ളൂ? ഡിസംബറിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ നവംബറില് 30 ദിവസം എടുത്തു. ഇനി ഡിസംബറിൽ എത്ര ദിവസം എടുത്താൽ മതി? തന്ന ഡേറ്റ് എടുക്കുക, ഡിസംബറിലെ 8. ഓക്കെ, ആ തന്ന ഡേറ്റ് അതേപോലെ കൊടുക്കുക, 8 കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇതെല്ലാം കൂടി കൂട്ടുക, 6ഉം 8ഉം 14, 1 ശിഷ്ടം 3ഉം 3ഉം 4ഉം 1ഉം 5, 54 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 54നെ 7 കൊണ്ട് എന്ത് ചെയ്യണം? ഹരിക്കണം. 54 ഹരിക്കണം 7. അപ്പൊ ഇവിടെ 54 ഹരിക്കണം 7 ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണോ ശിഷ്ടം അത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വേണ്ടത്. 54നെ 7 കൊണ്ട് ഹരിച്ചാൽ 7 49 എന്ന് കിട്ടും. 54ൽ നിന്നും 49 കുറച്ചിട്ടുണ്ടെങ്കിൽ 5. ശിഷ്ടം എത്രയാണ്? 5 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് നമ്മുടെ ഉത്തരം? എന്ത് സംശയം ഉണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്, ചോദ്യത്തിൽ ഒക്ടോബർ 15 ശനി എന്ന് തന്നിട്ടില്ല. ശനി കഴിഞ്ഞിട്ട്, ശനി കൂട്ടാൻ പാടില്ല കേട്ടോ. ശനി കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞാലാണ് നമ്മുടെ ഉത്തരം വരുന്നത്. ശനി കഴിഞ്ഞിട്ട് 5 ദിവസം എന്ന് പറയുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ ഏതാ? ശനി കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ അടുത്ത ദിവസം ഞായർ, രണ്ടാമത്തെ ദിവസം തിങ്കള്, മൂന്നാമത്തെ ദിവസം ചൊവ്വ, നാലാമത്തെ ദിവസം ചൊവ്വ കഴിഞ്ഞ് ബുധന്, അഞ്ചാമത്തെ ദിവസം വ്യാഴം. ഓക്കെ ആണോ? ഉത്തരം ഏത് വരും? വ്യാഴം കിട്ടും. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കേട്ടറ്റ് പരീക്ഷ ചോദിച്ച, പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്തൊരു ക്വസ്റ്റ്യന്. അധ്യാപക ദിനം. അധ്യാപക ദിനം വെള്ളിയാഴ്ച ആണെങ്കിൽ ആ വർഷത്തെ ഗാന്ധി ജയന്തി ഏത് ദിവസമായിരിക്കും? എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, എങ്ങനെ ചിലപ്പോ ഇനി അധ്യാപക ദിനവും ഗാന്ധി ജയന്തിക്ക് പകരം ചിലപ്പോ വേറെ ഏതെങ്കിലും ദിവസം തരും. തൊഴിലാളി ദിനമൊക്കെ ചോദിച്ചിരുന്നു, മെയ് 1. അതായത് നമുക്ക് കൃത്യമായിട്ട് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ദിനങ്ങളെ തരുള്ളൂ. പരിസ്ഥിതി ദിനം എന്താണ്? ജൂൺ 5. ഓക്കെ, തൊഴിലാളി ദിനം എന്താണ്? മെയ് 1. അപ്പൊ തൊഴിലാളി ദിനം തിങ്കളാഴ്ചയാണെങ്കിൽ പരിസ്ഥിതി ദിനം ഏത് ദിവസമായിരിക്കും? അങ്ങനെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഏതെങ്കിലും ദിവസമായിരിക്കും തരാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, ഒരു വർഷത്തിൽ അധ്യാപക ദിനം വെള്ളിയാഴ്ചയാണെങ്കിൽ ആ വർഷത്തെ ഗാന്ധി ജയന്തി ഏത് ദിവസം ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ്? അധ്യാപക ദിനം എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? അധ്യാപക ദിനം എന്ന് പറയുന്നത് ഏതാ ദിവസം? അധ്യാപക ദിനം എന്ന് പറയുന്നത് ഏതാ ഡേറ്റ്? സെപ്റ്റംബർ. അത് മറക്കരുത് കേട്ടോ. ദേശീയ അധ്യാപക ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 5. 5.
ഓക്കെ, സെപ്റ്റംബർ 5 കേട്ടോ. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ ഈ ചോദ്യത്തിൽ എന്താണ്, സെപ്റ്റംബർ 5 വെള്ളിയാഴ്ചയാണെങ്കിൽ ഇപ്പൊ ചോദ്യം എന്തായിട്ട് മാറി, സെപ്റ്റംബർ 5 ഓക്കെ വെള്ളിയാഴ്ചയാണെങ്കിൽ ആ വർഷത്തെ ഗാന്ധി ജയന്തി ഏത് ദിവസമായിരിക്കും? ഗാന്ധി ജയന്തി എപ്പോഴും ഒക്ടോബർ 2. ഇപ്പൊ ഇവിടെ നമ്മളോട് എന്താണ്, സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച ആണെങ്കിൽ ആ വർഷത്തെ ഒക്ടോബർ 2 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ നേരത്തെ ചോദ്യം പോലെ ആയില്ലേ. ഇങ്ങനെ തരുന്നതിന് പകരമായിട്ട് തരുന്നതാണ് ഏത്, അധ്യാപക ദിനം വെള്ളിയാഴ്ചയാണെങ്കിൽ ആ വർഷത്തെ ഗാന്ധി ജയന്തി ഏത് ദിവസമായിരിക്കും. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കൂല, നമുക്ക് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, കണ്ടെത്തിയാൽ മതി. ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഫ്രൈഡേ. ഫ്രൈഡേ ആണോ എല്ലാവർക്കും കിട്ടിയത്? ഫ്രൈഡേ ആണ് സർ. വ്യാഴം. അല്ല, എന്താ ഉത്തരം കിട്ടിയത്? ഓക്കെ, എല്ലാവരും ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ ട്ടോ. ഇവിടെ ശ്രദ്ധിക്കാം. സർ ക്യാൻ യു ഹിയർ മീ? ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒന്ന് സ്പീഡ് കുറയ്ക്കൂ സർ. കുറക്കാട്ടാ, സ്പീഡ് കൂടുതലുണ്ടോ? അത്രക്കില്ല, എന്നാലും കുറച്ച്. ഓക്കെ, കുറക്കാം. ഇപ്പൊ ചെയ്ത് കഴിഞ്ഞില്ല എല്ലാവരും? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്തു നോക്കാം. അതായത് ഇവിടെ അധ്യാപക ദിനം വെള്ളിയാഴ്ച എന്ന് തന്നു എങ്കിൽ ആ വർഷത്തെ ഗാന്ധി ജയന്തി ഏത് ദിവസമായിരിക്കും? ഞാൻ കോമൺ ആയിട്ട് പിന്നെ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഈ അധ്യാപക ദിനവും അതേപോലെ തന്നെ ഗാന്ധി ജയന്തിയാണ്. പിന്നെ ചോദിച്ചതാണ് ഏത്, നമ്മുടെ തൊഴിലാളി ദിനം തന്നിട്ട് പരിസ്ഥിതി ദിനം ചോദിച്ചു. അതിന് തൊഴിലാളി ദിനം തന്നിട്ട് പരിസ്ഥിതി, അങ്ങനെ എന്തോ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ തൊഴിലാളി ദിനം എല്ലാവർക്കും അറിയാം, മെയ് 1 നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, തൊഴിലാളി ദിനമായിട്ട് ആചരിക്കാറുള്ളത്. പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് ജൂൺ 5. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ കോമൺ ആയിട്ട് അറിയാവുന്ന ദിവസങ്ങളെ തരുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് അധ്യാപക ദിനം സെപ്റ്റംബർ 5, അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഗാന്ധി ജയന്തിയായ ഒക്ടോബർ 2 ഏത് ദിവസമായിരിക്കും എന്ന് കണ്ടെത്തണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, സെപ്റ്റംബർ 5 മുതൽ ഒക്ടോബർ 2 വരെ എത്ര ദിവസമുണ്ട് എന്ന് കണ്ടെത്തണം. അതല്ല ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സെപ്റ്റംബർ തന്ന ഡേറ്റ് മുതൽ, അതായത് ചോദ്യത്തിൽ ഒരു ദിവസം തന്നിട്ടുണ്ടല്ലോ, വെള്ളി എന്ന് തന്നത് ഏതാ, സെപ്റ്റംബർ 5. ആ സെപ്റ്റംബർ 5 മുതൽ ഒക്ടോബർ 2 വരെ എത്ര ദിവസമുണ്ട് എന്ന് കണ്ടെത്തലാണ് എന്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കണ്ടെത്തുമ്പോൾ സെപ്റ്റംബറിൽ എത്ര ദിവസം കൂട്ടണം, ടോട്ടലി സെപ്റ്റംബറിൽ എത്ര ദിവസമുണ്ട്, അത് തെറ്റരുത് കേട്ടോ. അത് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. ജൂലൈ കഴിഞ്ഞിട്ട് വീണ്ടും ആഗസ്റ്റ് എണ്ണുമ്പോൾ ആഗസ്റ്റിൽ എത്ര ദിവസം ഉണ്ട്, 31 ഉണ്ട്. സെപ്റ്റംബറിൽ എത്ര ദിവസം വരും, 30 ദിവസമാണ് വരിക. സെപ്റ്റംബറിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, 31 എടുക്കരുത്. സെപ്റ്റംബറിൽ ടോട്ടലി എത്ര ദിവസം വരും, 30 ദിവസമാണ് സെപ്റ്റംബറിൽ വരിക. ഓക്കെ, അതെല്ലാവർക്കും അറിയില്ലേ, ആ മുഷ്ടി ചുരുട്ടിയിട്ട് നോക്കുന്നത് അറിയാം എന്ന് വിചാരിക്കുന്നത്. അത് പഠിച്ചു വെക്കണ്ട. അത് നിങ്ങൾക്ക് 3-ലോ 4-ലോ ഏതോ ക്ലാസ്സിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, LP ലെവലിൽ തന്നെ കലണ്ടർ എന്ന് പറയുന്ന ഒരു മേഖല വരുന്നുണ്ട്. അവിടെയൊക്കെ കുട്ടികൾക്കും അറിഞ്ഞിരിക്കണം. അപ്പൊ കുട്ടികൾക്ക് അത് അറിയണമെങ്കിൽ അധ്യാപകരും തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കണം. അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ.
ഓക്കെ. അപ്പൊ സെപ്റ്റംബറിൽ 30 ദിവസമുള്ള മാസമാണ് സെപ്റ്റംബർ. അപ്പൊ സെപ്റ്റംബറിൽ നിന്നും 30-ൽ നിന്നും എന്ത് ചെയ്യണം? 5 കുറക്കണം, ബാക്കിയുള്ളത് എടുത്താൽ മതി. ബാക്കി എടുക്കുമ്പോൾ എത്രയായി? സെപ്റ്റംബറില് 26 അല്ല 25 സെപ്റ്റംബറിൽ എത്രയാണ്? 25. അല്ലാതെ സെപ്റ്റംബറിൽ 25 എന്നല്ല എടുത്തത്. ഈ സെപ്റ്റംബർ കഴിഞ്ഞ അടുത്ത മാസമാണ് ഒക്ടോബർ. നമുക്ക് ഒക്ടോബർ 2 മതി. ഒക്ടോബർ 2 മതി, 2 വരെ മതി. അപ്പൊ ഒക്ടോബറിൽ എത്ര ദിവസം എടുക്കണം? 29 ദിവസം. 2 ദിവസം. 29 ദിവസം എടുക്കണ്ട, 2 ദിവസം. ഒക്ടോബർ 2 അല്ലേ ചോദ്യം. ഒക്ടോബർ 2 ഏത് ദിവസമായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ചോദിച്ച മാസത്തിൽ എങ്ങനെ എടുക്കാനാ പറഞ്ഞത്? ഏതാണോ ഡേറ്റ് ആ ഡേറ്റ് എടുക്കുക. ഒക്ടോബറിൽ ഏത് ഡേറ്റ് എടുക്കാം? 2. ക്ലിയർ? ഇനി ഇതെല്ലാം കൂടി എന്ത് ചെയ്യാ? പ്ലസ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഡേയ്സ് കിട്ടും. 25-ഉം 2-ഉം കൂട്ടിയാൽ 27. ഓക്കെ. അപ്പൊ 27 ദിവസമായി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ദിവസങ്ങളെ, അതായത് ഈ ദിവസങ്ങൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. 27 ഹരിക്കണം 7. 27 3 പ്രാവശ്യം 3 7 21. 27-ൽ നിന്നും 21 കുറച്ചാൽ 6 എന്ന് ശിഷ്ടം കിട്ടും. എല്ലാവർക്കും 6 തന്നെയല്ലേ ശിഷ്ടം കിട്ടിയത്? ഇവിടൊക്കെ മിസ്റ്റേക്ക് ഉത്തരം തെറ്റും. നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ശിഷ്ടം കിട്ടിയത് എത്രയാണ്? 6ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? സെപ്റ്റംബർ 5 വെള്ളിയല്ലേ? ഇനി പറയുന്നത് ശ്രദ്ധിക്കാം. നമുക്ക് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് വെള്ളിയാണ് നമുക്ക് വന്നത്. ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം, അതായത് വ്യാഴത്തിലേക്ക് വരും. വെള്ളിയാഴ്ച കൂട്ടരുത്, എവിടെ വരും? വ്യാഴത്തിലേക്ക് വരും. അതായത് വെള്ളി കഴിഞ്ഞ് 1 ദിവസം കഴിയുമ്പോൾ ഏതാ? ശനി. ഇങ്ങനെ എഴുതി കൂട്ടൊന്നും വേണ്ടട്ടാ. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കയ്യിൽ വേണമെങ്കിൽ ഒന്ന് വിരൽ മടക്കിയിട്ട് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യും? മനസ്സിലാവും. പിന്നെ ഞാൻ വിരൽ മടക്കി നോക്കിയാൽ നിങ്ങൾ എന്താണ് ഞാൻ ചെയ്യുന്നത് അറിയാത്തത് കൊണ്ട് മാത്രം ഇവിടെ ഒന്ന് എഴുതി വെക്കണം. നമ്മൾ ഗണിതൊക്കെ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത സ്റ്റെപ്പുകളൊന്നും എന്ത് ചെയ്യരുത്. വെറുതെ സമയം കളയരുത്. 1 ദിവസം കഴിഞ്ഞാൽ ശനി, 2 ദിവസം കഴിഞ്ഞാൽ ഞായർ, 3 ദിവസം കഴിഞ്ഞാൽ തിങ്കൾ, 4 ദിവസം കഴിഞ്ഞാൽ ചൊവ്വ, 5 ദിവസം കഴിഞ്ഞാൽ ബുധൻ, 6 ദിവസം കഴിഞ്ഞാൽ ഏതാ വരിക? വ്യാഴം. നമ്മുടെ ഉത്തരം ഏതാ വരിക? വ്യാഴമാണ് നമ്മുടെ ഉത്തരം. ഉത്തരം ഏതാണ്? വ്യാഴം. ഉത്തരം വരുന്നത്. വെള്ളി ഒരുപാട് ആൾക്കാർ പറഞ്ഞു. ആ വെള്ളി കിട്ടിയവർക്ക് എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലായോ? വെള്ളി കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയാണ്, ഏത് സ്റ്റെപ്പിലാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് എന്നുള്ളത് ശ്രദ്ധിക്കുക. സെപ്റ്റംബറിൽ ആകെ 30 ദിവസമുള്ള, ഒരിക്കലും 31 ദിവസം എടുക്കരുത്. 30-ൽ നിന്നും 5 കുറച്ചിട്ട് 25 ആണ് എന്ത് സെപ്റ്റംബറിൽ എടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാ? ഒക്ടോബർ 2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. എന്നാൽ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു മോഡല് അവസാനിപ്പിക്കാം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ജനുവരി 5 തിങ്കൾ ആയാൽ 2020 ഏപ്രിൽ 10 ഏത് ദിവസമായിരുന്നു? 2020 ജനുവരി 5 തിങ്കളായാൽ, 2020 ജനുവരി 5 തിങ്കളാഴ്ച ആയാൽ 2020 ഏപ്രിൽ 10 ഏത് ദിവസമായിരിക്കും? ഒന്ന് പെട്ടെന്ന് ചെയ്തു നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല? 2020 ജനുവരി 5 തിങ്കളായാൽ 2020 ഏപ്രിൽ 10 ഏത് ദിവസമായിരിക്കും?
ശനി. വെള്ളി. വെള്ളിയും ശനിയൊക്കെ ഉത്തരം വന്നവരുണ്ടോ? ഫ്രൈഡേ അല്ലേ സാർ? ഞാൻ എന്റെ മെത്തേഡ് പറഞ്ഞ ഞാൻ എണ്ണി നോക്കിയതാണ് കേട്ടോ. ഇങ്ങനെ അതായത് അടുത്ത ദിവസം ഏതായിരിക്കും എന്നുള്ള രീതി നോക്കിയിട്ടാണോ? യെസ് സാർ. എല്ലാവരും ചെയ്തതിനോ? വിശദീകരിക്കട്ടെ. എങ്ങനെ ശനിയാണോ വെള്ളിയാണോ എന്നുള്ളത് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. എനിക്ക് കുറച്ച് അറിയില്ല. ഓക്കെ, 2020 ജനുവരി 5 തിങ്കളായാൽ 2020 ഏപ്രിൽ 10 ഏത് ദിവസമായിരിക്കും? ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചും കഴിഞ്ഞ് എവിടെ എത്തുള്ളൂ? ഏപ്രിൽ 10 എത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഫെബ്രുവരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് എന്ത് വരും? വർഷം കൃത്യമായിട്ട് തന്നിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനുകളിലൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? ഏത് വർഷമാണെന്ന് തന്നിട്ടില്ല. അധ്യാപക ദിനം, ഏതോ ഒരു വർഷത്തിൽ അധ്യാപക ദിനം, അതിന് തൊട്ട് മുമ്പും ഒക്ടോബർ 15 ഏത് വർഷം എന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? മെൻഷൻ ചെയ്തിട്ടില്ല. ആഗസ്റ്റ് 5 തിങ്കളാഴ്ച ആയാൽ ആ വർഷം സെപ്റ്റംബർ 20 ഏത് ദിവസമായിരിക്കും? ഇങ്ങനെയാണ് മുമ്പ് തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. അവിടെ ഒന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? ഏതാണ് ഇയർ എന്നുള്ളത് തന്നിട്ടില്ല. എന്നാൽ ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എന്താണ് പ്രത്യേകത? 2020 ജനുവരി 5 തിങ്കളായാൽ അവിടെ എന്ത് തന്നിട്ടുണ്ട്? അവിടെ കൃത്യമായിട്ട് ഏതാണ് വർഷം എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2020 ജനുവരി 5 തിങ്കളായാൽ, എങ്ങനെ പറഞ്ഞത്? 2020 ജനുവരി 5 തിങ്കളായാൽ 2020 ഏപ്രിൽ 10 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. ഈ വർഷം തരുന്നതിന്റെ കാരണം എന്താണ്? നമുക്ക് ഫെബ്രുവരി കഴിഞ്ഞിട്ട് പോവണം. ഇപ്പൊ ഫെബ്രുവരിയിലെ ഒരു ദിവസങ്ങൾ എടുക്കേണ്ട സമയത്ത് ഫെബ്രുവരിയിൽ എത്ര ദിവസം എടുക്കണം എന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ഇവിടെ ഇയർ തന്നിട്ടുള്ളത്. അതായത് ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജനുവരി 5 തിങ്കൾ, ജനുവരിയിൽ നിന്നും എവിടെ എത്തണം? ഏപ്രിൽ 10 വരെ എത്ര ദിവസം ഉണ്ട് എന്ന് കണ്ടെത്തണം. ഇപ്പൊ ജനുവരി ഫസ്റ്റ് നമ്മൾ ജനുവരിയിൽ എടുക്കണം. ജനുവരിയിൽ ടോട്ടൽ എത്ര ദിവസമുണ്ട്? 31 ദിവസമുള്ള മാസമാണ് ജനുവരി. ആ 31-ൽ നിന്നും 5 കുറക്കാം. 31-ൽ നിന്നും 5 കുറച്ചിട്ട് എത്ര ദിവസം എടുത്താൽ മതി? 26 ദിവസം എടുത്താൽ മതി. ക്ലിയർ? അതൊക്കെയാണല്ലോ. തന്ന മാസത്തിൽ നമ്മൾ തന്ന ഡേറ്റ് കുറച്ചിട്ട് ബാക്കിയുള്ള ദിവസങ്ങളെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തെടുത്താൽ മതി? 26 ദിവസം എടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഫെബ്രുവരിയുടെ ഒരു പ്രത്യേകത, ചില വർഷങ്ങളിൽ ഫെബ്രുവരി 28 ഉണ്ടായിരിക്കാം. ചില വർഷങ്ങളിൽ ഫെബ്രുവരി, അതിവർഷങ്ങളിൽ, ലീപ് ഇയറുകളിൽ ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാവും. അപ്പൊ ഇവിടെ 28 ആണോ 29 ആണോ എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ 28 29 എടുക്കാൻ പറ്റില്ല. അവിടെ 28 ആണോ അല്ലെങ്കിൽ 29 ആണോ എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാനാണ് നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുള്ളത്? കൃത്യമായിട്ട് ഇവിടെ വർഷം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഇവിടെ തന്ന വർഷം 2020 ആണ്. അപ്പൊ ഈ 2020 എന്ന് പറയുമ്പോൾ അത് സാധാരണ വർഷമാണോ അല്ലെങ്കിൽ അതൊരു അതിവർഷമാണോ എന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണം. സാധാരണ വർഷമാണെങ്കിൽ അവിടെ എന്തുണ്ടാവുകയുള്ളൂ? സാധാരണ വർഷമാണെങ്കിൽ അവിടെ ഫെബ്രുവരിയിൽ 28 ദിവസമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇതൊരു അതിവർഷമാണ്, തന്നതൊരു അതിവർഷമാണെങ്കിൽ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? 29 ദിവസം ഉണ്ടാവും. അത് സാധാരണ വർഷമാണോ അതിവർഷമാണോ എന്ന് ഇന്നലെ നമ്മൾ പരിശോധിച്ചു. തന്ന വർഷത്തെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ അതെന്തായിരിക്കും? ഒരു അതിവർഷമായിരിക്കും.
4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതെന്തായിരിക്കും? സാധാരണ വർഷമായിരിക്കും. ഇപ്പൊ 2020 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അത് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. അവസാനത്തെ രണ്ടക്കം, ആ രണ്ടക്കത്തിന് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. 20 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 20 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് 2020 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും. 2020 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അതെന്താണ്? ഒരു അതിവർഷമാണ്. അതുകൊണ്ട് ഫെബ്രുവരിയിൽ എത്ര ദിവസം എടുക്കണം? 29 ദിവസം എടുക്കണം. ക്ലിയർ ആണോ? ഫെബ്രുവരിയിൽ 29 ദിവസം എടുക്കാൻ കാരണം മനസ്സിലായോ? ഇവിടെ ഒരു അതിവർഷമാണ് തന്നിട്ടുള്ളത്. അത് തീരുമാനിച്ചത് ആ വർഷത്തെ 4 കൊണ്ട് ഹരിച്ചു നോക്കുക. ആ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് അതിനെ പൂർണ്ണമായിട്ട് 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ അതെന്തായിരിക്കും? അതൊരു അതിവർഷമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നത്. അതൊരു ലീപ് ഇയർ ആണ്. ഫെബ്രുവരിയിൽ എത്ര ദിവസം എടുക്കണം? 29 ദിവസം എടുക്കണം. ഇനി അടുത്ത മാസം മാർച്ചും കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ എത്തുള്ളൂ? ഏപ്രിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ മാർച്ചിൽ ടോട്ടൽ 31 ദിവസങ്ങളുള്ള മാസമാണ് മാർച്ച്. മാർച്ച് കഴിഞ്ഞ അടുത്ത മാസം ഏപ്രിലാണ്. ഏപ്രിൽ 10 ആണ് ചോദിച്ചിട്ടുള്ളത്. ഏപ്രിൽ ഫുൾ എടുക്കണ്ട. ഏപ്രിൽ 10 ആണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏപ്രിൽ എത്ര ദിവസം എടുത്താൽ മതി? ഏപ്രിൽ 10 ദിവസം. ആ 10-ാം തീയതി ചോദിച്ചത് കൊണ്ട് 10 എടുത്താൽ മതി. ഏപ്രിൽ 10 അതും എടുത്തു. ക്ലിയർ? ഓക്കെ അല്ല? 26, 29, 31, 10 ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ദിവസങ്ങൾ എടുക്കേണ്ടത്. ഇതെല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ എടുത്തത് എന്നുള്ളത് ഉറപ്പ് വരുത്താം. എവിടെയെങ്കിലും ഒരു എടുത്ത ദിവസങ്ങളുടെ എണ്ണത്തിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു എന്ന് പരിശോധിച്ചിട്ട് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചോദിക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി കൂട്ടുന്നു. 16 ഒന്ന് ശിഷ്ടം 3 5 8 9 എത്ര വരും? 96 എന്ന് വരും. ഓക്കെ, ടോട്ടൽ എത്ര ദിവസങ്ങളുണ്ട്? 96 ദിവസങ്ങളാണ് എന്തുള്ളത്? ഉള്ളത്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 96 ഹരിക്കണം A ചെയ്യാം. അടുത്ത സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഇതെല്ലാം കൂടി കൂട്ടി നോക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? 96 ഹരിക്കണം A ചെയ്യുന്നു. 9 A ഒരു പ്രാവശ്യം, 26 എന്ന് വരും. 26 A 3 പ്രാവശ്യം, 3 A 21. ശിഷ്ടം എത്ര വരും? 5. സെക്കൻഡ് സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. നമുക്ക് ശിഷ്ടം കിട്ടിയാൽ മതി. ശിഷ്ടം എത്രയാണ്? 5 എന്ന് കിട്ടി. എല്ലാവർക്കും ശിഷ്ടം 5 തന്നെയാണോ കിട്ടിയത്? അതൊക്കെ ശ്രദ്ധിക്കട്ടോ. ശിഷ്ടം 5 എന്ന് കിട്ടി. ഇനി നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തി. അടുത്തത് ഇനി ഉത്തരം കണ്ടെത്തുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ്. 5 ദിവസം, ചോദ്യത്തിൽ ജനുവരി 5 തിങ്കൾ എന്നല്ലേ തന്നത്. അപ്പൊ തിങ്കൾ കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം. തിങ്കൾ കഴിഞ്ഞിട്ട് 5 ദിവസം എന്ന് പറയുമ്പോൾ, തിങ്കൾ കഴിഞ്ഞിട്ട് 1 ദിവസം കഴിയുമ്പോൾ ഏതാ? ചൊവ്വ. 2 ദിവസം കഴിയുമ്പോൾ ബുധൻ. 3 ദിവസം കഴിയുമ്പോൾ വ്യാഴം. 4 ദിവസം കഴിയുമ്പോൾ വെള്ളി. 5 ദിവസം കഴിഞ്ഞാൽ ഏതാ? ശനി. ഏതാ നമ്മുടെ ഉത്തരം? ശനിയാണ് ഏത്? ഉത്തരം വരുന്നത്. എല്ലാവർക്കും ശനി എന്ന് കിട്ടിയോ? ശനി കിട്ടാത്തവർക്ക് കിട്ടാത്തതിന്റെ കാരണം എവിടെയാണ് മിസ്റ്റേക്ക് മനസ്സിലായോ? വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാ? എന്തുകൊണ്ട് വന്നു, എവിടെ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കലണ്ടറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മോഡൽ എന്ന് പറയുന്നത്. എപ്പോഴും കലണ്ടറിൽ നിന്ന് കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ ചോദ്യമാണ്. അപ്പൊ ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യൂലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഏറ്റവും അവസാനത്തെ ഒരു മോഡല് കൂടിയിട്ട് അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. മാത്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത, ചെയ്യാന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. ഇപ്പൊ ഇനി ഇത് നിങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യും. പക്ഷെ അത് ആദ്യം ഒന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നിടത്താണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. അത് ഒരു പക്ഷെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴോ ഒരു പ്രാവശ്യം പറയുമ്പോഴോ വിവരിച്ചാലൊന്നും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഒന്നും കൂടി രണ്ടാമതും കൂടി എന്ത് ചെയ്യാവുന്ന പരിശ്രമിക്കാം. പൊതുവെ എല്ലാവരും പറയുന്നത് മാത്സ് വളരെ ടഫാണ്, മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിന്റെ ഒരു പ്രശ്നം ഇവിടെ എന്തില്ല, മാത്സിന്റെ കേസിൽ വരുന്നില്ല. നമുക്ക് ഓരോന്നും ചെയ്യാൻ എന്തുണ്ട്? സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകൾ ഉണ്ട്. അത് വെച്ചിട്ട് അത് എങ്ങനെ ചെയ്യുമെന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യും? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്നാൽ നാലാമത്തെ മോഡലിലേക്ക് കടക്കാം. നാലാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക വളരെ രസകരമായിട്ടുള്ള ഒരു മോഡലാണ്.
അതായത് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എപ്പോഴും കലണ്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഒരു നോർമൽ ഇയർ ആണെങ്കിൽ ഇപ്പൊ 2026 2026 എന്താണ് ഒരു നോർമൽ ഇയർ ആണ്. അതായത് ഒരു സാധാരണ വർഷമാണ്. അങ്ങനെ ഒരു സാധാരണ വർഷം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഒരേ ദിവസം വെച്ചിട്ടായിരിക്കും. മനസ്സിലായോ? അതായത് 2020 നമ്മൾ പറഞ്ഞു എന്താണ് ഒരു സാധാരണ വർഷമാണ്. ഇപ്പൊ 2026. അപ്പൊ ഈ ജനുവരി 1 ഏത് ദിവസമാണോ അതേ ദിവസം തന്നെ ആയിരിക്കും ഏതാ ഒരു വർഷം അവസാനിക്കുന്നത് ഏത് ദിവസത്തിലാണ്? ഡിസംബർ 2026 എന്നാണ് അവസാനിക്കുക? ഡിസംബർ 31. അതായത് ഒരു സാധാരണ വർഷത്തിലെ വർഷ ആരംഭവും അതായത് ജനുവരി 1, വർഷത്തിന്റെ അവസാനം അതായത് ഡിസംബർ 31, രണ്ടും എന്തായിരിക്കും? സെയിം ദിവസമായിരിക്കും, ഒരേ ദിവസമായിരിക്കും. അതായത് നമ്മുടെ ഈ വർഷം ആരംഭിച്ചത് തിങ്കളാഴ്ചയായിരുന്നു. ജനുവരി 1 എന്തായിരുന്നു? ഒരു തിങ്കളാഴ്ചയായിരുന്നു. ഇനി 2026 ഡിസംബർ 1 ഏത് തന്നെ ആയിരിക്കും? ഏതായിരിക്കും എന്നാണ് പറഞ്ഞത്? തിങ്കളാഴ്ച തന്നെ ആയിരിക്കും. ആയിരിക്കും. തിങ്കളാഴ്ച ആയിരിക്കും സർ. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി ഇതൊരു അതിവർഷത്തിലാണെങ്കിൽ 2026 ജനുവരി 1 തിങ്കൾ, ഡിസംബർ 31 തിങ്കൾ. എന്നാൽ ഈ ഒരു സംഭവം ആദ്യവർഷത്തിലേക്ക് വരുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2024 അതെന്തായിരുന്നു? ഒരു അതിവർഷമായിരുന്നു. അങ്ങനെ ഒരു അതിവർഷത്തിലെ ജനുവരി 1 ഏതാണോ ദിവസം അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസംബർ 31. അതായത് ഇപ്പൊ ഒരു ജനുവരി 2024 ജനുവരി 1 അതിവർഷമാണ്, ലീപ്പ് ഇയർ ആണ്. അപ്പൊ ജനുവരി 1 അവിടെ വരുന്നത് 2024 ജനുവരി 1 വെള്ളിയാഴ്ചയായിരുന്നു. ഒരു വെള്ളിയായിരുന്നു ജനുവരി 1. എങ്കിൽ ഡിസംബർ 31 ഏതായിരിക്കും? അതായത് ആ വർഷം അവസാനിപ്പിച്ചിട്ടുണ്ടാവുക ഏത് ദിവസം വെച്ചിട്ടായിരിക്കും? ഡിസംബർ 31 എന്ന് പറയുന്നത് വെള്ളിനാവോ? അത് സാധാരണ വർഷത്തിൽ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഒരേ ദിവസമാകുന്നത് ഒരു സാധാരണ വർഷം. എന്നാൽ ഒരു ലീപ്പ് ഇയറിൽ, ഒരു അതിവർഷത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു വർഷം തുടങ്ങിയ അതായത് ജനുവരി 1 കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസമായിരിക്കും ഒരു തൊട്ടടുത്ത ദിവസമായിരിക്കും ആ വർഷം അവസാനിക്കുന്നത്. 2024 ജനുവരി 1 വെള്ളി ആണെങ്കിൽ 2024 ഡിസംബർ 31 ഏതായിരിക്കും? ശനി ആയിരിക്കും. ഒന്ന് മനസ്സിലാക്കി വെക്കാം. 2 പോയിന്റാണ് പറഞ്ഞത്. അതായത് സാധാരണ വർഷം ജനുവരി 1 ഏത് ആഴ്ചയാണോ അത് തന്നെ ആയിരിക്കും ഡിസംബർ 31. രണ്ടും സെയിം ഡേ. എന്നാൽ അതൊരു അതിവർഷമാണെങ്കിൽ ജനുവരി 1 തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസംബർ 31 എന്ന് പറയുന്നത്. ജനുവരി 1 വെള്ളി ആണെങ്കിൽ അതെന്തായിരിക്കും? ശനിയായിട്ട് മാറും. അതിനൊരു ഉദാഹരണം, ഒരു ലഘുവായിട്ടുള്ള ഒരു ഉദാഹരണം വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. ഇത് നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കാൻ സാധിക്കും ട്ടോ. ഞാൻ വരക്കുന്ന ഭാഗം നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കാൻ സാധിക്കും. ഓക്കെ, ഇത് ആദ്യം ഇത് നോക്കട്ടെ. ഇവിടെ ഈ രണ്ടാമത്തത് ഈ ഒരു കലണ്ടർ എന്ന് പറയുന്നത് 2023 ഒരു കലണ്ടറാണ്. 2023 എന്ന് പറയുന്നത് എന്താണ്? 2023 എന്ന് പറയുന്നത് ഒരു സാധാരണ വർഷമാണ്. ഇപ്പൊ 2023 ജനുവരി 1 നോക്കൂ. 2023 ജനുവരി 1 ഇവിടെ ഏതാ ദിവസം? ഞായറാണ്. ജനുവരി 1 ഇവിടെ നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ കാണും. 2023 ജനുവരി 1 എന്ന് പറയുന്നത് ഞായറാണ്. ആ 2023 ഡിസംബർ 31 നോക്കൂ. ഇതാ ഇവിടെ 31 ഏതെന്നാണ്? ഞായറാഴ്ച. അതായത് അതിനർത്ഥം എന്താണ്? ഇതൊരു സാധാരണ വർഷമായതുകൊണ്ട് ജനുവരി 1 ഡിസംബർ 31 എന്താണ്? ഒരേ ദിവസം തന്നെയാണ്. ഇങ്ങോട്ട് വരും. ഇത് 2020 കലണ്ടറാണ്. 2024 കലണ്ടർ നോക്കൂ. ജനുവരി 1 ഏതാ ദിവസം? എന്താണ് ജനുവരി 1 ഏതാണ്? ഫ്രൈഡേ, വെള്ളിയാഴ്ചയാണ്. ഓക്കെ. എന്നാൽ ഡിസംബർ 31 ശ്രദ്ധിച്ചു നോക്കൂ. ഡിസംബർ 31 ഏതാ ദിവസം?
ഡിസംബർ 31 വെള്ളിയാണോ? 2020 പ്രത്യേകത എന്താണ്? ഒരു അതിവർഷമാണ്. അതിവർഷത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ജനുവരി 1 ഏത് ദിവസമാണോ അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ദിവസം വെള്ളിയാഴ്ച ആയിരുന്നു, ആ വെള്ളി കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസം ശനിയാണ് ഏത്? ഡിസംബർ 31 വന്നത്. മനസ്സിലായോ? ആ പോയിന്റ് പഠന നേട്ടം ആ പഠന നേട്ടം എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കാം. ഇനി അത് വെച്ചിട്ടുള്ള കുറച്ച് രസകരമായ ഒരു ചോദ്യമാണ്. ഒരു ഗെയിം കളിക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉത്തരം കണ്ടെത്താം. ഓക്കെ അല്ലേ? എന്നാ ഇനി ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. ഓക്കെ, ഇവിടെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ചോദ്യം കാണുമ്പോ തന്നെ പേടിക്കണ്ട, ഇതൊക്കെ ചെയ്യുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാട്ടാ. 1994 ജനുവരി 1 തിങ്കളാഴ്ച ആയാൽ നമുക്ക് എന്ത് തന്നു? ജനുവരി 1 തന്നു. എന്നിട്ട് എന്താണ് 1996, അതായത് 2 വർഷം കഴിഞ്ഞിട്ട് 1996 ഡിസംബർ 31 ഏതാഴ്ച എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. ഏത് ദിവസം? ആഴ്ച മീൻസ് ഏത് ദിവസം? ഇങ്ങനെ ചോദിക്കുമ്പോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാ? ഈ തന്ന് ജനുവരി 1 അല്ലേ, അത് ഡിസംബർ 31 കണ്ടെത്തുക. പിന്നെ തൊട്ടടുത്ത വർഷത്തിലേക്ക് കിടക്കുക. തൊട്ടടുത്ത വർഷം 95 ജനുവരി 1, എന്നിട്ട് 95 ഡിസംബർ 31 എത്താം. പിന്നെ ഡിസംബർ 31 കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം 96 എത്തി. 96 ജനുവരി 1, എന്നിട്ട് 96 ഡിസംബർ 31 എന്ത് ചെയ്യാം? ചാട്ടം ചാടാം. അങ്ങനെ ചെയ്യുന്നതെന്ന് വിശദീകരിക്കാം. ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ഫസ്റ്റ് നമ്മൾ ഇവിടെ തന്നത് എന്താ? 1994 ജനുവരി 1. ജനുവരി 1 ഏതാ? തിങ്കൾ. ഇനി നേരെ നമുക്ക് എവിടെ എത്താൻ പറ്റുമോ? ഇനി നേരെ ജനുവരി തന്നിട്ടുണ്ടെങ്കിൽ നേരെ ഡിസംബർ 31 കണ്ടെത്താം. ഓക്കെ, ജനുവരി 1 കിട്ടിയാൽ നേരെ നമുക്ക് ഡിസംബർ 31 എത്താം. എങ്ങനെ കണ്ടെത്താം? അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് 1994 ജനുവരി 1 തിങ്കളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? അതിന് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് ഏത് വർഷമാണ് നോക്കാം. 1994 എന്ന് പറയുന്നത് എന്താണ്? ഒരു സാധാരണ വർഷമാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മതി. 94നെ 4 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ അവിടെ ശിഷ്ടം വരും. പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കില്ല. അതായത് അർത്ഥം 1994 എന്ന് പറയുന്നത് എന്താണ്? ഒരു സാധാരണ വർഷമാണ്. സാധാരണ വർഷമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ 1994 എന്ന് പറയുന്ന സാധാരണ വർഷമായതുകൊണ്ട് തന്നെ ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? പറയൂ. നമ്മൾ നേരത്തെ പറഞ്ഞോ, ഇവിടെ ജനുവരി 1 തിങ്കളായതുകൊണ്ട് തന്നെ ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? തിങ്കളാഴ്ച ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. ഡിസംബർ 31 ഏതാ? തിങ്കളാഴ്ച. ക്ലിയർ? ഇനി നേരെ തൊട്ടടുത്ത വർഷത്തിലേക്ക് കിടക്കാം. 1994 ഡിസംബർ 31 തിങ്കളാണെങ്കിൽ തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് ഏതാ? അതായത് ഡിസംബർ 31 കൂടി 94 കഴിഞ്ഞു. ഇനി അടുത്ത വർഷമാണ്. പിറ്റേന്ന് എന്തായി? ന്യൂ ഇയർ ആണ്. അടുത്ത വർഷമാണ് ഏതാ? 1995 ജനുവരി 1. 1995 ജനുവരി 1 ഏതായിരിക്കും ദിവസം? ഡിസംബർ 31 തിങ്കളാഴ്ച. തൊട്ടടുത്ത ദിവസം ഏതാ? ചൊവ്വ. ഓക്കെ, അപ്പൊ ജനുവരി കിട്ടി, ചൊവ്വ. ക്ലിയർ ആണല്ലോ? 1995 എത്തി. ജനുവരി 1 ചൊവ്വ. ഇനി നമ്മൾ വീണ്ടും എങ്ങോട്ട് പോകുന്നു? ജനുവരി 1 നിന്നും നേരെ എങ്ങോട്ട് ചാടുന്നു? ഡിസംബർ 31 പോകുന്നു. 1995 ഡിസംബർ 31. ഡിസംബർ 31 ഏതായിരിക്കും? 1995 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു സാധാരണ വർഷമാണ്. അതുകൊണ്ട് തന്നെ 1995 ഡിസംബർ 31 എന്ത് തന്നെ ആയിരിക്കും? ഇവിടെ ജനുവരി 1 ചൊവ്വയാണെങ്കിൽ ഡിസംബർ 31 എന്ത് തന്നെ ആയിരിക്കും? ചൊവ്വ. ഓക്കെ, ചൊവ്വയാണ്. ഇനി വീണ്ടും നമ്മൾ എവിടേക്ക് എത്തും? ഡിസംബർ 31 എത്തി. ഇനി നേരെ അടുത്ത വർഷത്തിലേക്ക് കിടക്കുന്നു. അടുത്ത വർഷം ഏതാണ്? 1996. 1996 ജനുവരി 1. 1996 ജനുവരി 1 ഏതായിരിക്കും ദിവസം? ഡിസംബർ 31 ചൊവ്വയോടുകൂടി കഴിഞ്ഞു. അടുത്ത ദിവസം ഏതാ? അടുത്ത ഏതാ? ബുധൻ. ഓക്കെ അല്ലെ? ബുധനാഴ്ചയായി. ഇനി വീണ്ടും നമ്മൾ എവിടേക്ക് ചാടുന്നു? 1996, അതായത് ചോദിച്ച ദിവസമായ 1996 ഡിസംബർ 31 പോകുന്നു. 1996 ഡിസംബർ വ്യാഴമല്ലേ? ഓക്കെ, നമുക്ക് പോവാം. 31 ഏതായിരിക്കും ദിവസം?
ജനുവരി 1 ബുധനാണെങ്കിൽ ഡിസംബർ 31 ബുധൻ എന്ന് പറയാൻ പറ്റൂല. അത് അങ്ങനെ ആവുന്നത് എന്തുകൊണ്ടാ? അതൊരു സാധാരണ വർഷമാണെങ്കിലാ. ഓക്കെ. എന്നാൽ ഇത് 1996 1996 ജനുവരി 1 ബുധനാണെങ്കിൽ 1996 ഡിസംബർ 31 ഏതായിരിക്കും? 96 ഒരു അതിവർഷമാണ്. ഓക്കെ. അതെങ്ങനെ കിട്ടും? 1996 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 4 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായിട്ടും ഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് 1996 ഒരു അതിവർഷമാണ്. അതുകൊണ്ട് 96 ഡിസംബർ 31 എന്തായിരിക്കും? നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതിവർഷമാണെങ്കിൽ ജനുവരി 1 ഏതാണോ ദിവസം അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസംബർ 31. അപ്പൊ ഇവിടെ ജനുവരി 1 ബുധനാണ്. അതുകൊണ്ട് ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? ബുധൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഏതാ? വ്യാഴം. ഉത്തരം ഏതാ? വ്യാഴമാണ് എന്ത് വരുന്നത്? ഉത്തരമായിട്ട് വരുന്നത്. ഇത് മനസ്സിലായോ? ആദ്യം ജനുവരി 1 അത് വെച്ചിട്ട് ഡിസംബർ 31 എത്തി. പിന്നെ നമ്മൾ നേരെ അടുത്ത വർഷത്തിലേക്ക് കടക്കുന്നു. ഇങ്ങനെ വീണ്ടും ജനുവരി 1 നിന്നും ഡിസംബർ 31 എത്തുന്നു. അടുത്ത വർഷത്തിലേക്ക് കടക്കുന്നു. വീണ്ടും ജനുവരി 1 നിന്നും ഡിസംബർ 31 എത്തുന്നു. ആ ഡിസംബർ 31 എത്തുമ്പോൾ ഓരോ വർഷം പരിശോധിക്കണം. സാധാരണ വർഷമാണോ അതിവർഷമാണോ എന്ന് എന്ത് ചെയ്യാ നോക്കുക. നേരെ ഡിസംബർ 31 എത്താം. നമുക്ക് ഏറ്റവും കൂടുതൽ ദൂരം പോവേണ്ടതായിട്ട് വരുന്നത് ഇത്രയാണ്. ഓക്കെ. അതായത് 2-3 വർഷം അപ്പുറത്തേക്ക് എന്തേ വരുള്ളൂ. ഇതിൽ കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്തു പോകേണ്ട ആവശ്യം എന്തില്ല നമുക്ക് വരില്ല. പറഞ്ഞത് വ്യക്തമാണോ? ചെയ്തതെന്ന് നോക്കൂ. ജനുവരി 1 94 ഡിസംബർ 31 തിങ്കള്. നേരെ 95 കടന്നു. അവിടെ ജനുവരി 1 ചൊവ്വ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അത് വെച്ചിട്ട് ഡിസംബർ 31 ചൊവ്വ. പിന്നെ 95 കഴിഞ്ഞ് 96 ജനുവരി 1 കടന്നു. അത് ബുധന്. പിന്നെ 96 ഡിസംബർ 31 കടന്നു. അപ്പൊ അതെന്തായിട്ട് മാറി? വ്യാഴമായിട്ട് മാറി. കാരണം എന്താ? ബുധൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം. ഇതൊരു അതിവർഷമാണ്. അതിവർഷമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ദിവസം കഴിഞ്ഞാലാണ് നമ്മുടെ ഉത്തരം വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. എന്നാൽ ഒരു ചോദ്യം ചെയ്തോളൂ. 2024 ജനുവരി 1 ബുധനായാൽ 2025 ഡിസംബർ 31 ഏതാഴ്ച? 2024 ജനുവരി 1 ബുധനായാൽ 2025 ഡിസംബർ 31 ഏത് ആഴ്ച? വ്യാഴം. ഇവർക്ക് വ്യാഴമാണോ കിട്ടിയത്? ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ ട്ടോ. 2024 നമ്മുടെ ഇവിടെ തന്നത് ഏതാണ്? 2024 ജനുവരി 1 തിങ്കൾ ബുധൻ എന്നാണ് തന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ജനുവരി 1 നിന്ന് നേരെ ഡിസംബർ 31 പോവാം. 2024 ഡിസംബർ 31 എന്തായിരിക്കും ദിവസം? അത് അങ്ങനെ ഡിസംബർ 31 പോകുമ്പോ ആ വർഷം ഏതാ എന്ന് നോക്കാം. ഇവിടെ 2024 2024 ആയതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? ഒരു അതിവർഷമാണ്. 2024 എന്താണ്? ഒരു ലീപ്പ് ഇയർ ആണ്. അതൊരു അതിവർഷമാണ്. അതിവർഷത്തിന്റെ പ്രത്യേകത എന്താണ്? ജനുവരി 1 ഏതാണോ ദിവസം അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമായിരിക്കും ഏത്? ഡിസംബർ 31 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ ബുധനാഴ്ച ആയിരുന്നു. ജനുവരി 1 ബുധനായിരുന്നു. തൊട്ടടുത്ത ദിവസം എന്ന് പറയുമ്പോ ഏതാണ്? ഡിസംബർ 31 വ്യാഴമാണ്. ഓക്കെ അല്ലേ? ഇനി നേരെ അടുത്ത വർഷത്തിലേക്ക് കടക്കുക. അടുത്ത വർഷം ഏതാ? 2025 ജനുവരി
1. ഇവിടെ വ്യാഴമാണെങ്കിൽ അടുത്തത് ഏതായിരിക്കും? 2025 ജനുവരി 1 എന്ന് പറയുന്നത് ഏതായിരിക്കും? വ്യാഴമാണെങ്കിൽ, അതായത് ഡിസംബർ 31 വ്യാഴം, തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് അടുത്ത വർഷം തുടങ്ങുമ്പോ വെള്ളി. ഓക്കെ അല്ലേ? 2025 ജനുവരി 1 എന്ന്. ഡൗട്ട് ചോദിക്കട്ടെ. ആ അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലേ 1994 ലീപ്പ് ഇയർ അല്ലാന്ന്. അപ്പൊ എങ്ങനെ 2024 ലീപ്പ് ഇയർ ആവണേ? 1994 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കില്ല. എന്നാൽ 2024 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും. അത് നോക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇതെല്ലാം കൂടെ ഹരിച്ചു നോക്കണ്ട. 94 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് പരിശോധിച്ചാൽ മതി. ഇതേപോലെ ഇവിടെ 24 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് പരിശോധിച്ചാൽ മതി. ഇവിടെ ലാസ്റ്റത്തെ 4 മാത്രം പോരാ, 94 അങ്ങനെ പരിഗണിക്കണം. അത് 2 ഒക്കെ എടുക്കണം. 94 ഹരിക്കണം 4 ചെയ്താൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും? ശിഷ്ടം വരും. ക്ലിയർ? 24 ഹരിക്കണം 4 ചെയ്താൽ നമുക്ക് അവിടെ എന്ത് ചെയ്യില്ല? ശിഷ്ടം വരില്ല. അതുകൊണ്ട് 2024 4 കൊണ്ട് ഹരിക്കാം. അതൊരു അതിവർഷമാണ്. എന്നാൽ 94 4 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതെന്താണ്? ഒരു സാധാരണ വർഷമാണ്, നോർമൽ ഇയർ ആണ്. മനസ്സിലായോ? 94 4 നമ്മൾ നോക്കുന്നത്, 94 അതേപോലെ തന്നെ 2024 4 പരിശോധിക്കുന്നത് 24. അതാണ് കേട്ടോ മാറ്റം. ഈ 94 എപ്പോഴും നമുക്കൊരു 94 98 എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക എന്താ? അത് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആണെന്ന് നമ്മൾ സാധാരണ ചിന്തിച്ചു പോകും. 1998 എന്നൊക്കെ കാണുമ്പോ. ഓക്കെ, 1998 4 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. 98 എന്ന് പറയുന്നത് 4 കൊണ്ട് ഹരിക്കാൻ കഴിയാത്തതാണ്. ക്ലിയർ? ഓക്കെ, ഇനി തിരിച്ചു വരാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ നേരെ 2024 ഡിസംബർ 31 വ്യാഴം കണ്ടെത്തി, 2025 ജനുവരി 1 വെള്ളി എന്നും കണ്ടെത്തി. ഇനി നമുക്ക് ജനുവരി എത്തിയാൽ പിന്നെ നേരെ എവിടേക്ക് ചാടാം? ഡിസംബറിലേക്ക് പോവാം. 2025 ഡിസംബർ 31 ഏതായിരിക്കും? ഇവിടെ വെള്ളി ആണെങ്കിൽ ഡിസംബർ 31 ഏത് തന്നെ ആയിരിക്കും? വെള്ളി തന്നെ ആയിരിക്കും. കാരണം ഇതെന്താണ്? 2024 ഒരു അതിവർഷമാണെങ്കിലും ഈ 2025 എന്ന് പറയുന്നത് എന്താണ്? ഒരു സാധാരണ വർഷമാണ്, നോർമൽ ഇയർ ആണ്. 2025 എന്ത് ചെയ്യാൻ പറ്റില്ല? 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് 2025 എന്ന് പറയുന്നത് എന്താണ്? ഒരു സാധാരണ വർഷമാണ്. ഇപ്പൊ ജനുവരി 1 ഡിസംബർ 31 എന്ന് പറയുന്നതും എന്തായിരിക്കും? ഒരേ ദിവസം തന്നെ ആയിരിക്കും. ക്ലിയർ ആണോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെ, എന്നാൽ ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കട്ടോ. ഒറ്റ ചോദ്യം. 2019 ജനുവരി 1 ശനിയായാൽ 2020 ഡിസംബർ 31 ചോദിക്കൂ. ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? 2019 ജനുവരി 1 ശനിയായാൽ 2020 ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും?
ഉത്തരം കിട്ടിയോ? തിങ്കളാഴ്ച. തിങ്കളാഴ്ച. ഓക്കെ, ചെയ്യട്ടെ. അവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. 2019 ജനുവരി 1 ശനി ആയാൽ 2020 ഡിസംബർ 31 ഏത് ദിവസം എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ജനുവരിയിൽ നിന്നും എവിടെ എത്താൻ കഴിയും? ഡിസംബറിലേക്ക് എത്താം. അപ്പൊ ഇവിടെ ജനുവരി 1 ഏതാണ്? ശനി. ഞാൻ ഫസ്റ്റ് ചെയ്തത് 2019 തന്നെ ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യാം? കണ്ടെത്താം. അതിന് 2019 ഡിസംബർ 31. എന്താണ് 2019 പ്രത്യേകത? അതൊരു സാധാരണ വർഷമാണ്. സാധാരണ വർഷം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഒരേ ദിവസം കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഡിസംബർ 31 എന്തായിരിക്കും? ശനി തന്നെ ആയിരിക്കും. ഇനി നേരെ അടുത്ത ദിവസത്തിലേക്ക്, അതായത് അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ അടുത്ത വർഷമായി. ഡിസംബർ 31 കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് എന്താണ്? അടുത്ത വർഷമാണ്. അതേതായിരിക്കും? 2019 ഡിസംബർ 31 ശനിയാണ്. അടുത്ത വർഷം എന്ന് പറയുന്നത് ഏതാണ്? 2020 ആണ്. 2020 ജനുവരി 1. 2020 ജനുവരി 1 എന്ന് പറയുന്നത് ഏതായിരിക്കും? ശനി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഏതാ? ഞായർ അല്ല. ഇവിടെ ഡിസംബർ 31 ശനി, അപ്പൊ ജനുവരി 1 തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച. ഇനി നമുക്ക് നേരെ 2020 ഡിസംബർ 31 എത്താം. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 2020 ഡിസംബർ 31 എന്ന് പറയുന്നത് ഏതായിരിക്കും? 2000 അതിന് വർഷം നോക്കണം. ഡിസംബർ 31 കണ്ടെത്തുമ്പോൾ അതിനെന്ത് ചെയ്യണം? നമുക്ക് ഏതാണ് വർഷം തന്നത് എന്ന് നോക്കണം. ഇവിടെ വർഷം തന്നിട്ടുള്ളത് ഏതാണ്? ഒരു അതിവർഷമാണ്. ഇവിടെ വർഷം ആയത് 2020 ഒരു അതിവർഷമാണ്. അതുകൊണ്ട് എന്തായിരിക്കും? ഏതാണോ ജനുവരി 1 അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം, ഇവിടെ ഞായറായിരുന്നു, അപ്പൊ തൊട്ടടുത്ത ദിവസം ഏതാ? തിങ്കൾ. തൊട്ടടുത്ത ദിവസമായിരിക്കും ഏത്? ഡിസംബർ 31 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഏതായിരിക്കും ഡിസംബർ 31? തിങ്കളാഴ്ച. നമ്മുടെ ഉത്തരം ഏതാണ്? തിങ്കളാണ് എന്ത് ചെയ്യുന്നത്? ഉത്തരം വരുന്നത്. ക്ലിയർ ആണോ? ആർക്കെങ്കിലും പറഞ്ഞത് മനസ്സിലാവാത്തുണ്ടോ? അപ്പൊ ഇത്രയുമാണ് കലണ്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കേട്ടറ്റ് പരീക്ഷയെ സംബന്ധിക്കുക. കലണ്ടർ എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. അതിൽ നമുക്ക് കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരു ടോപ്പിക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം.